ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. സൽക്കർമ്മവും തഖ്വയും. എൻ്റെ ജമാഅത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, സൽക്കർമ്മങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ദൈവസവിധത്തിൽ എന്തെങ്കിലും ചെല്ലുമെങ്കിൽ അത് സൽക്കർമ്മങ്ങളത്രേ. ഇലൈഹി യസ്അദുൽ കലിമത്തു ത്വയ്യിബ്. നല്ല കർമ്മങ്ങൾ അവനിലേക്ക്, അതായത് അള്ളാഹുവിലേക്ക് ഉയരുന്നു എന്ന് അള്ളാഹു തന്നെ പറയുന്നു. ഇന്നിപ്പോൾ നമ്മുടെ തൂലിക നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളുകൾക്ക് സമാനമാകുന്നു. എന്നാൽ മുത്തക്കിക്ക് മാത്രമേ വിജയവും സഹായവും ലഭിക്കുകയുള്ളൂ. അള്ളാഹു ഇപ്രകാരം വാഗ്ദാനം നൽകിയിരിക്കുന്നു: ഖാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക നമ്മുടെ കർത്തവ്യമാകുന്നു. ലൻ യജഅലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. അള്ളാഹു വിശ്വാസികൾക്കെതിരെ വിജയമാർഗം കാണിക്കുകയില്ല. ആകയാൽ തഖ്വ മുഖേനയാണ് നിങ്ങളുടെ വിജയമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. കേവലം വാഗ്മികളും പ്രഭാഷകരും കവികളുമായിരുന്ന അറബികൾ തഖ്വ അവലംബിച്ചപ്പോൾ അള്ളാഹു അവരെ സഹായിക്കാനായി മലക്കുകളെ ഇറക്കി. സഹാബാക്കൾ കൈവരിച്ച വിജയങ്ങളത്രയും മാനവശേഷിയുടെയും പ്രയത്നത്തിൻ്റെയും ഫലമാകാവതല്ലെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ കാണുന്നതാണ്. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമെത്തിയപ്പോഴേക്കും 20 വർഷത്തിനുള്ളിൽ ഇസ്ലാമിക ഭരണം ലോകവ്യാപകമായി തീർന്നു. ഇത് മനുഷ്യ കൈവിൽപ്പെട്ടതാണോ എന്ന് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരട്ടെ. ഇതുകൊണ്ടാണ് അള്ളാഹു ആവർത്തിച്ച് പറയുന്നത്: ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. മുത്തഖി എന്നതിൻ്റെ അർത്ഥം ഭയപ്പെടുന്നവൻ എന്നാണ്. ഒരു വശം എന്നത് ദുഷ്പ്രവർത്തികളെ വർജിക്കലാണെങ്കിൽ നന്മ സ്വായത്തമാക്കലാണ് മറുവശം. മുത്തഖി എന്ന പദം ദുഷ്പ്രവർത്തികളെ വർജിക്കൽ എന്നർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. മുഹ്സിൻ എന്ന പദം നന്മകൾ സ്വായത്തമാക്കുന്നതിനെയാണ് കുറിക്കുന്നത്. ഇത് സംബന്ധമായി ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു കുലീന വ്യക്തി മറ്റൊരാളെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയും തൻ്റേതായ നിലയിൽ അതിഥി സൽക്കാരത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ട് അതിനോട് നീതി പുലർത്തുകയും ചെയ്തു. അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുലീന വ്യക്തി ഭവ്യതയോടെ പറഞ്ഞു: അർഹമായ നിലയിൽ താങ്കളെ സേവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിഥി പറഞ്ഞു: താങ്കളല്ല എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നത്, മറിച്ച് ഞാൻ താങ്കളോടാണ് ഔദാര്യം കാണിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഏർപ്പാടുകൾ ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ വസ്തുക്കൾക്ക് ഞാൻ തീ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ആകയാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് മുത്തക്കിയുടെ കർത്തവ്യം. അത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ പദവിയാണ് നന്മകൾ സ്വായത്തമാക്കുക എന്നത്. മുഹ്സിനൂൻ എന്ന പദത്തിലൂടെയാണ് നന്മകൾ ചെയ്യണമെന്ന അർത്ഥം ഇവിടെ ധ്വനിപ്പിച്ചിരിക്കുന്നത്. തിന്മകളെ വർജിച്ചുകൊണ്ട് താൻ എത്രമാത്രം നന്മകൾ ചെയ്തു എന്ന് പരിശോധിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണമായ നിലയിൽ സദ്വൃത്തനായി തീരുന്നത്. ഒരിക്കൽ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ ഒരു കപ്പ് ചായയുമായി വന്നു. അടുത്തു വന്നപ്പോൾ ശ്രദ്ധ തെറ്റി ആ കപ്പ് ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ വീണു. അസ്വസ്ഥനായ അദ്ദേഹം ഭൃത്യനെ തീക്ഷ്ണമായൊന്ന് നോക്കി. ആ ഭൃത്യൻ വൽ കാളിമീനൽ ഗൈസ് എന്ന വചനം ഊതുകയുണ്ടായി. ഇത് കേട്ട ഇമാം ഹസൻ ഖസംതു, ഞാൻ കോപത്തെ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞു. ഭൃത്യൻ വീണ്ടും വൽ ആഫീന അനിന്നാസ് എന്ന് ഓതുകയുണ്ടായി. ഖസമിൽ മനുഷ്യൻ കോപത്തെ അടിച്ചമർത്തുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുമെങ്കിലും ഉള്ളിൽ വലിയ തൃപ്തി ഉണ്ടായില്ല. അതുകൊണ്ടാണ് മാപ്പ് കൊടുക്കുക എന്ന നിബന്ധന വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു: ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. ഭൃത്യൻ വീണ്ടും ഓതി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതായത് കോപം അടിച്ചമർത്തുകയും മാപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് നന്മയും ചെയ്യുന്നവനാണ് ദൈവത്തിന് പ്രിയങ്കരൻ. അദ്ദേഹം പറഞ്ഞു: പൊയ്ക്കൊള്ളുക, നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ചായക്കപ്പ് വീണതിന് അടിമകൾ സ്വതന്ത്രരാകുന്ന തരത്തിലുള്ള മാതൃകകളായിരുന്നു സദ്വൃത്തരുടേത്. ഇനി പറയൂ, ഈ മാതൃക തത്വദർശനത്തിൻ്റെ മഹാത്മ്യത്താലല്ലേ സംജാതമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആത്മീയ ശക്തി. അള്ളാഹു പറയുന്നു: ഫസ്തഖിം കമാ ഉമിർത്ത. അതായത് നേരെയാവുക, ദുഷ്കർമ്മത്തിൻ്റെ ഒരുവിധ വക്രതയും ഉണ്ടാകരുത്, എങ്കിലേ ഞാൻ തൃപ്തനാകൂ. സ്വയം നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കുകയും ചെയ്യുക. നേരെയാക്കുക എന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസകരമായിരുന്നു.
ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുളി, സൂറ ഹൂദ് എന്നെ വയോധികനാക്കിയിരിക്കുന്നു. എന്തെന്നാൽ അതിലെ കൽപ്പനകളനുസരിച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വന്തം വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം നന്നാവുകയും ദൈവിക കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നത് മനുഷ്യന് സാധിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവരെയും അതുപോലെ ആക്കി തീർക്കുക എളുപ്പമല്ല. ഇതിൽ നിന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മഹനീയതയും ആത്മീയ ശക്തിയും മനസ്സിലാക്കാവുന്നതാണ്. എത്ര മഹത്തരമായ നിലയിലാണ് അവിടുന്ന് ഈ കൽപ്പന നിറവേറ്റിയത്. പരിശുദ്ധരായ ഒരു അനുചരവൃന്ദം അവിടുന്ന് തയ്യാറാക്കി. അവരെപ്പറ്റി കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് സുവിശേഷം നൽകപ്പെടുകയും ചെയ്തു. നബി തിരുമേനിയുടെ ജീവിതകാലത്ത് ഒരു കപടവിശ്വാസിയും മദീനയിൽ അവശേഷിച്ചില്ല. ചുരുക്കത്തിൽ മറ്റൊരു നബിയുടെ ജീവിത സംഭവങ്ങളിലും ഉദാഹരണങ്ങളില്ലാത്ത വിജയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചത്. കാര്യങ്ങളെ വാക്കുകളിലും പ്രസ്താവനകളിലും മാത്രം ഒതുക്കരുതെന്നാണ് അള്ളാഹു ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്തെന്നാൽ സംഗതികൾ ശുഷ്കമായ വാക്കുകളിലും പ്രസ്താവനകളിലും പ്രകടനാത്മകതയിലും ഒതുങ്ങുകയാണെങ്കിൽ പിന്നെ നാമും മറ്റുള്ളവരും തമ്മിൽ എന്ത് വ്യതിരിക്തതയാണുള്ളത്? മറ്റുള്ളവരെക്കാൾ നമുക്കെന്ത് മേന്മയാണുണ്ടാവുക? മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ തക്ക വെളിച്ചമുള്ള കർമ്മമാതൃക മാത്രം നിങ്ങൾ കാണിക്കുക. എന്തെന്നാൽ ഏതുവരെ അതിൽ വെളിച്ചമില്ലയോ അതുവരെ ആരും അതിനെ സ്വീകരിക്കുകയില്ല. ഒരു മനുഷ്യൻ മലിന വസ്തു ഇഷ്ടപ്പെടുമോ? വസ്ത്രത്തിൽ ഒരു കറുത്ത പാടുണ്ടായാൽ തന്നെ അതാരും ഇഷ്ടപ്പെടുകയില്ലല്ലോ. ഇതേപോലെ നിങ്ങളുടെ ആന്തരികാവസ്ഥ പരിശുദ്ധവും പ്രശോഭിതവും ആകുവോളം സ്വീകാര്യത ലഭിക്കുന്നതല്ല. ഏതൊരു വ്യക്തിയും നല്ല വസ്തുക്കളാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ ധാർമ്മികാവസ്ഥ ഉന്നത നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ എവിടെയും എത്തിച്ചേരുന്നതല്ല. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം അള്ളാഹു സൂറ അസ്റിൽ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ജീവിതം എപ്രകാരമായിരിക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. തിന്നുക, കുടിക്കുക, ഭോഗിക്കുക ഇവ മാത്രം ചെയ്യുന്ന തികച്ചും നാൽക്കാലികളെപ്പോലെയുള്ള ജീവിതമാണ് അവിശ്വാസികളുടേത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യക്കുലൂന കമാ തക്കുലിൽ അനാം, എന്നാൽ കാളപുല്ല് തിന്നുകയും നിലമുഴുന്ന നേരത്ത് ഒന്നും ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ എന്തായിരിക്കും ഫലം? കൃഷിക്കാരൻ അതിനെ അറവുശാലയിൽ ചെന്ന് കൊണ്ടുവിൽക്കും. ഇതുപോലെ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ഗൗനിക്കാതെ സ്വജീവിതം ദുഷ്പ്രവൃത്തികളിലും നീചകൃത്യങ്ങളിലും കഴിച്ചുകൂട്ടുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, കുൽമായ അബോബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. അതായത് എൻ്റെ നാഥൻ നിങ്ങളെ എന്തിന് ഗൗനിക്കണം? നിങ്ങൾ അവനെ ആരാധിക്കുന്നില്ലെങ്കിൽ. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് സ്നേഹം ആവശ്യമാണെന്ന് പൂർണ്ണ മനസ്സോടെ ഓർത്തിരിക്കേണ്ടതാണ്. സ്നേഹം രണ്ടു വിധമുണ്ട്. ഒന്ന് വ്യക്തിഗതമാണ്, മറ്റൊന്ന് പ്രേരണകളുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഏതാനും ചില താൽക്കാലിക സംഗതികളാണ് അതിനു കാരണം. അവ അകലുന്നതോടെ പ്രസ്തുത സ്നേഹം മരവിച്ച് ദുഃഖത്തിനും വ്യസനത്തിനും കാരണമായി ഭവിക്കുന്നു. വ്യക്തിഗത സ്നേഹമാകട്ടെ സ്വച്ഛ സംതൃപ്തി സംജാതമാക്കുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് അള്ളാഹു അരുളിയതുപോലെ മനുഷ്യൻ പ്രകൃത്യ ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അതിനിഗൂഢ മാർഗങ്ങളിലൂടെ അവൻ്റെ പ്രകൃതത്തിൽ തന്നെ തനിക്കായി ചിലത് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ അടിസ്ഥാനപരവും നൈസർഗികവുമായ പ്രസ്തുത ലക്ഷ്യത്തെ വിട്ട് മൃഗങ്ങളെപ്പോലെ തിന്നുക, കുടിക്കുക, ഉറങ്ങുക ഇവ മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്നവർ ദൈവികാനുഗ്രഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഉത്തരവാദിത്വവും ഉണ്ടാവുകയില്ല. ഉത്തരവാദിത്വപരമായ ജീവിതമെന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനിൽ വിശ്വസിച്ച് ജീവിതഗതി മാറ്റുക എന്നതത്രേ. മരണമെന്ന് വരുമെന്ന് പറയാനാവില്ല. സാദി പറഞ്ഞത് എത്രയോ സത്യമാണ്. മക്കുന്ത അദ്ദേഹം പറയുകയുണ്ടായി, അസ്ഥിര ജീവിതത്തിൽ വിശ്വാസം അർപ്പിക്കുക വിവേകമതികളുടെ പ്രവൃത്തിയല്ല. മരണം വന്നങ്ങ് കൊണ്ടുപോകുന്നു, മനുഷ്യൻ അറിയുന്നു പോലുമില്ല. ഈ വിധം മരണക്കൊടുക്കിൽ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ്? മൽഫുസാത്ത് വാള്യം 1 പേജ് 166 മുതൽ 168 വരെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.